നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ക്രിയേറ്റീവ് ടെക്കിന്റെ മല്ലു മക പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് മാർക്കറ്റിൽ പറഞ്ഞ പോലെ കൃത്യമായി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അടി മൂവ്മെന്റ് കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റി 52,000 കിടക്കുമോ, മാർക്കറ്റിന്റെ ഭാവി എന്നൊക്കെ വെച്ചുള്ള ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി കൃത്യമായി പറയണമെങ്കിൽ ഞാൻ ഇന്നലെ ആദ്യമായി നിങ്ങളുടെ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്കൊരു യാത്ര പോകേണ്ടി വന്നത് കൊണ്ട് ആ സ്ഥലത്ത് എത്താൻ വളരെയധികം ലേറ്റായി പോയത് കൊണ്ട് ആ വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്യാത്തതിന് എല്ലാവർക്കും എന്തുവാണ് എല്ലായിടത്തും ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റി നമ്മുടെ മെനങ്ങാത്ത വ്യൂ വെച്ച് കൃത്യമായി പറയുന്നത് 25,095 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടന്റ് ലെവലായിരുന്നു. ആ ലെവലിന് മുകളിൽ ക്രോസ് ചെയ്ത്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ 25,174 മുകളിൽ നിഫ്റ്റി കട്ട് ചെയ്തതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൻ. എന്ന് വെച്ചാൽ അവിടെ കയറി പോയതിനു ശേഷം പടപടാ കയറി ഏകദേശം 25,415 വരെ പോയി തിരിച്ച് കുറച്ച് സെല്ലിങ് വന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈയുടെ മുകളിൽ, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഹൈയുടെ മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇതുവരെ പോകാൻ പറ്റില്ല. സോ 51,885 മുകളിൽ പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ചും കൂടി ഒരു മൂവ്മെന്റ് ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ കിടില മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയും തന്നു. സോ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്. ഇന്ന് നമ്മുടെ റൂമിൽ കിടിലമായിട്ട് ട്രേഡിംഗ് എല്ലാവരും എടുത്തു. എല്ലാവർക്കും നല്ല കിടില പച്ച കത്തിയ ദിവസമായിരുന്നു ഇന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ പുതിയ സെപ്റ്റംബറിലെ ബാച്ച് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ലൈവ് ട്രേഡിംഗ് നമ്മുടെ റൂമിലുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയിന്റെയും സെറ്റപ്പുകളും കോൺടെക്സ്റ്റുകളും ഉപയോഗിച്ച് ലൈവായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പുകൾ ഉണ്ട്. സോ നമ്മുടെ ലൈവ് ട്രേഡിംഗിന്റെ റൂമിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ തംബ്നെയിലിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾ വിശദമായ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതാണ്. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂയിലേക്ക് പോകാലോ. സോ നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു ഇന്നലെ നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിരുന്നു. ഇന്ന് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. സോ യൂഷ്വലി ന്യൂട്രൽ സ്ട്രീം എന്ന നിഫ്റ്റിയെ സംബന്ധിച്ച് ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടില്ല. ഇക്വിറ്റി എക്സ്ചേഞ്ച് വന്ന് സിയുടെ ഭാഗത്ത് കുറച്ച് കളിച്ചേക്കൂടെ നിഫ്റ്റിയിൽ ഇന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ന്യൂട്രൽ സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അതായത് 25,289 തൊട്ട് 25,416 വരെ സ്പൈക്ക് ഉണ്ട്. അപ്പൊ സ്പൈക്കിന്റെ ക്ലോസ് ആണ്. അതുകൂടാതെ നിഫ്റ്റിയുടെ POC 25,062ന്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ POC. അതായത് POC മുകളിലോട്ട് മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്, ജെ പീരീഡിൽ മാർക്കറ്റ് അങ്ങ് മൂവ്മെന്റ് തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ജെ പീരീഡിൽ ആ ഒരു മൂവ്മെന്റ് വന്നതിന് ശേഷം പിന്നെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ആ വോളിയം കോൺസെൻട്രേഷൻ ചെയ്ത POCയുടെ ഏരിയ 25,062ന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. POC 25,062ന്റെ ഭാഗത്തും VWAP വന്ന് 25,198ന്റെ ഭാഗത്തും നിൽക്കുകയാണ്. അപ്പൊ സോ നമുക്ക് നോക്കേണ്ടത് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 25,416 മുകളിൽ മാത്രമേ നമുക്ക് ഇനി ബൈ ഉള്ളൂ. അപ്പൊ ഓർത്തോളുക, 25,416 മുകളിൽ മാത്രമേ ഇനി നിഫ്റ്റിക്ക് ബൈ ഉള്ളൂ. അത് നിങ്ങളെ മനസ്സിൽ ഓർത്തേക്കുക. അപ്പൊ 25,416 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,450 450 മുകളിൽ 25,514 25,514 മുകളിൽ 25,000 എത്രയാണ് 634 വരാനുള്ള ചാൻസ് നിഫ്റ്റിക്കുള്ളൂ. അപ്പൊ ഓർത്തോളുക, 25,416 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 416 മുകളിൽ എത്രയാണ് 25,400 എത്രയാണ് 450, അതിന് മുകളിൽ 25,513, അതിന് മുകളിൽ 25,634 നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഓർത്തോളുക. അപ്പൊ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽ അങ്ങ് മാർക്ക് ചെയ്തിരിക്കും. ഈ ലെവലൊക്കെ ഞാൻ ഡിലീറ്റ് കളയാണ്. പുതിയ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ. സോ 25,416 നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ്. 25,416 നമ്മൾ സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പൊ അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് നോക്കിയാൽ മതി. സോ ഓർത്തോളൂ. സോ എന്താണ് നിഫ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ 25,416 നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പം 25,416 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കാൻ അടുത്ത എത്രയാണ് 25,451,
അതിനും അതിന് മുകളിൽ അടുത്ത 25,513, 25,513, അതിന് മുകളിൽ 25,637, 25,630. ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇന്നത്തെ പി ഒ സി എത്രയാണ്? ഞാൻ പറഞ്ഞു 25,062 ഇന്നത്തെ പി ഒ സി. സോ 62 ഭാഗത്ത് പി ഒ സി ആണ്, അതൊരു സ്ട്രോങ് ആയ ഡിമാൻഡ് ഏരിയയാണ്. ഇന്നത്തെ വി വാപ്പ് വന്ന് 25,199 98 വി വാപ്പ്. സോ 25,198 നമ്മളെ വി വാപ്പ്. ഇത് രണ്ട് പ്രത്യേകിച്ച് ന്യൂട്രൽ സ്ട്രീം അപ്പ് ആയതുകൊണ്ട് ന്യൂട്രൽ സ്ട്രീം ഡേയ്സിന്റെ വി വാപ്പിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 25,290 സ്ട്രോങ് സപ്പോർട്ടാണ്. സോ 25,290 എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടാണ്. സോ നമ്മളിപ്പോ ക്രോസ് ചെയ്യിക്കുന്ന 334 ആയതുകൊണ്ട് താഴോട്ട് വരുമ്പോൾ 25,290 സപ്പോർട്ട്. അതിന് താഴെ അടുത്തത് എത്രയാണ്? 27, അടുത്ത വരുന്നത് 25,226, 25,226. അതിന് താഴെ നമ്മുടെ ബി വാപ്പായ 25,198. അതിന് താഴെ അടുത്ത സിംഗിൾ, അത് നേരെ വന്ന അടുത്ത സിംഗിൾ പ്രിന്റ് വരുന്ന 25,121, 25,121 ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള താഴേക്കുള്ള സപ്പോർട്ടും. അപ്പം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 25,334 ഭാഗത്താണ്. അപ്പൊ 416 മുകളിൽ നിൽക്കുകയാണ് 451, 513, 637. ഇല്ല, ഇനി താഴേക്ക് ഇറങ്ങിയ 220 ഫസ്റ്റ് സപ്പോർട്ട്. അത് താഴെ എത്രയാണ്? 226, 198, 121 തിരിച്ച് പി ഒ സി ആയ 20,062 വരുന്നതാണ്. ഓർത്തുകൊള്ളുക, മാർക്കറ്റ് നാളെ സെല്ലിങ്ങിലേക്ക് വരികയാണ്. പുതിയ ഹൈയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇനി ഒരു ദിവസം വേറെ നല്ല ദിവസങ്ങൾ പ്രത്യേകം അടിച്ച് താഴേക്ക് വരുന്ന ദിവസങ്ങൾ ഈ പി ഒ സിയിലേക്ക് ഒരു ടെസ്റ്റ് ഇന്നവിറ്റബിൾ ആയിട്ട് നടക്കും. അപ്പൊ അത് നിങ്ങൾ ഓർത്തോളൂ. അപ്പൊ 27,412 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ പുതിയൊരു പുള്ളി സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് പോവുകയുള്ളൂ. ഇല്ല എങ്കിൽ താഴേക്ക് വരുംതോറും ഈ 25,062 എന്നത്തെ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. സോ ആദ്യമേ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയെ പോലെ ന്യൂട്രൽ സ്ട്രീം അപ്പ് ആണ്, നല്ല കിഡിലൻ ന്യൂട്രൽ സ്ട്രീം അപ്പ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. അതും അത് കയറിപ്പോയതിനു ശേഷം ആദ്യത്തെ ആ ജെ പീരീഡ് തന്നെ ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം പി ഒ സി മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇന്നത്തെ പി ഒ സി നിൽക്കുന്നത് 51,323 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഈസൈഡ് എക്സ്റ്റൻഷൻ വന്നു, ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,150 ഭാഗത്ത് ഫെയിൽഡ് ഓപ്ഷൻ വന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം ടാർഗറ്റ് തരികയും ചെയ്തു. സോ ഇനി നോക്കേണ്ടത് നമുക്ക് ഇന്നത്തെ പി ഒ സി വി വാപ്പ്. അപ്പൊ ഇന്നത്തെ വി വാപ്പ് 51,513, പി ഒ സി 51,323. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആ ലെവലിൽ നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യിക്കാം. 51,323 നമ്മളെ പി ഒ സിയും 51,513 നമ്മളെ വി വാപ്പ്. സോ 51,513 വി വാപ്പ്. നമ്മൾ വ്യക്തമായിട്ട് ഇന്ന് ന്യൂട്രൽ സ്ട്രീം അപ്പ് ആയതുകൊണ്ട് സാധാരണ ഒരു എന്തുവാണ് ഈ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. ഇനി നോക്കേണ്ടത് 51,800. ഇനി നോക്കേണ്ടത് മുകളിലേക്കുള്ള ഓർത്തോളൂ. അപ്പം 51,885 ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. സോ 51,910 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ആണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ. സോ 51,910 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ബൈ നിങ്ങൾ ഓർത്തോളുക. അതൊരു പി ഒ സി ആണ്, ഞാൻ മാർക്ക് ചെയ്യും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,000 എത്രയാണ് 23, 52,023 ഫസ്റ്റ് 52,023. ഓക്കെ, അതിന് മുകളിൽ അടുത്ത എന്താണ്? അതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന് കറുപ്പ് കളർ കൊടുക്കുക. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 52,200, ഈ പറഞ്ഞ 204, 52,204, 52,204. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,340. ഇതായിരിക്കും നമ്മുടെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസ്. അപ്പൊ അടുത്ത 52,340 ഇതായിരിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലേക്കുള്ള റെസിസ്റ്റൻസ്. ഓർത്തോളൂ. അപ്പൊ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. ഇന്നത്തെ വിവാപ്പും പി ഒ സിയും വളരെ വേണ്ടി, പ്രത്യേകിച്ച് പറഞ്ഞാൽ വിവാപ്പ് 52,513 ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ 52,323 ടെസ്റ്റ് കിടക്കും. ഇനി നോക്കേണ്ടത് സ്പൈക്ക് ക്ലോസ് ആയതുകൊണ്ട് സ്പൈക്കിന്റെ ലോ എത്രയാണ്? അത് സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് വരും. സ്പൈക്കിന്റെ ലോ ആയ 51,664 സ്ട്രോങ് സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന 714. സോ 51,664 ആണ് നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രോങ് സപ്പോർട്ട്. ആ സപ്പോർട്ട് വെച്ചു. അത് പൊട്ടുകയാണെങ്കിൽ ഇനി അടുത്ത വരുന്നത് നമ്മൾ നേരെ പി വാപ്പിന്റെ ഭാഗത്തേക്ക് ടെസ്റ്റ് വരും. പി വാപ്പ് അത് പൊട്ടുകയാണെങ്കിൽ നേരെ പി ഒ സി വരികയും, പി ഒ സി പൊട്ടുകയാണെങ്കിൽ ഏതാണ്
51,235 അതിന് താഴെ 51,235 അതിന് താഴെ ഇന്നത്തെ FA പോയിന്റ് ആയ 51,050ലേക്കും ഒരു ടെസ്റ്റ് 51,150ലേക്കും ടെസ്റ്റ് വരും. ഓർത്തോളൂ, ബാങ്ക് നിഫ്റ്റിയെ പോലെ ന്യൂട്രൽ സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. ഈ സ്പൈക്കിന്റെ ലോ ആയ 51,664 സപ്പോർട്ടാണ്. അത് പൊട്ടുകയാണെങ്കിൽ 513, അതിന് താഴെ 323, അതിന് താഴെ 235, അതിന് താഴെ 51,150 വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളൊരു കാര്യം വ്യക്തമായി ഓർത്തോളുക, നമ്മളെ മീൻ റിവേർഷൻ എന്ന് പറയുന്നത് ബാക്കപ്പ് പ്രൊഫൈൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ട്രേഡ് സെറ്റപ്പ് ആണ്. സോ നാളെ നമ്മൾ ഈ 54,910 മുകളിൽ മാർക്കറ്റ് പോകാൻ പറ്റുന്നില്ല, തിരിച്ച് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ POCന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അത് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്നത്തെ വിവാപ്പിന്റെ ഇവിടെ ഭാഗത്ത് നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ല എങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള ട്രേഡ് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ അടുത്ത ഒരു വീഡിയോ സെറ്റപ്പ് മീൻ റിവേർഷനെ കുറിച്ചുള്ള വീഡിയോ സെറ്റപ്പ് ഉടനെ തന്നെ ഈ ഓണം കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ടേക്ക് കെയർ. ബൈ ബൈ.